ആ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് അത് ഇങ്ങോട്ടാക്കിയിട്ട് പാസ്വേഡ് മാറ്റി കൊടുത്താൽ മതിയായിരുന്നു. ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാ. അതിൽ മെസ്സേജ് വന്ന് ഓക്കെ കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം. എന്തേലും ആട്ടെ. അല്ലെങ്കിൽ അവന് വേറെ ഒരെണ്ണം എടുത്തു കൊടുക്ക്, ഒരു ചാനൽ. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം ഇങ്ങോട്ട് ഇട്. എന്നിട്ട് നമുക്ക് കുറേ സബ് വാങ്ങിച്ചു കൊടുക്കാം. അതങ്ങ് കള. അത് പിന്നെ കുഴപ്പമില്ലല്ലോ. 60 സബ്ബല്ലേ ഉള്ളൂ. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പോലും നോക്കേണ്ട കാര്യമില്ലല്ലോ അവന് വേറെ പിന്നെ സബ്ബാക്കി കൊടുക്കാൻ. നമ്മളെല്ലാവരും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈവും കൊണ്ട് നമുക്ക് അവന് 100 കൊടുക്കാൻ പറ്റും. പിന്നെന്താ പ്രശ്നം? ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. അത് മതിയടാ. ചാനൽ കുഞ്ഞു ചാനലല്ലേ, വലിയ ചാനലൊന്നും അല്ലല്ലോ. പുതിയൊരു ചാനൽ എടുത്തിട്ട് അവൻ്റെ വീഡിയോ എല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് അവന് ആക്കി കൊടുക്കും. പിന്നെ കുഴപ്പമില്ല. സബ് നമുക്കൊരു ദിവസം കൊണ്ടാക്കാവുന്ന സബ്ബല്ലേ ഉള്ളൂ. എല്ലാവരും പോയോ ചോദിക്കുന്നുണ്ട്. അവിടെ 2 പേര് നിൽപ്പുണ്ട്. കുഞ്ഞി സൂര്യൊക്കെ പോയോ? എല്ലാവരും വന്നിട്ട് ഓടിയോ? കുഞ്ഞി ഇപ്പം അല്ലെങ്കിലും നമ്മുടെ ലൈവിൽ നിൽക്കുന്നില്ലല്ലോ. കുഞ്ഞി അവിടെ പോയി. കുഞ്ഞിക്ക് നല്ല അടിയുടെ കുറവുണ്ട്. കുഞ്ഞി എന്താണ് അങ്ങനെ തുടങ്ങുന്നത്? സൂര്യക്കുട്ടി എവിടെ പോയി? പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും കനകനിലാവേ കനകനിലാവേ. കടലിനകത്ത് വരിയിട്ട് അതിൻ്റെ അകത്ത് അനുപല്ലവിയുടെ മതിയായിരിക്കും. കടലിനഗാധമാം നീലിമയിൽ കടലിനഗാധമാം നീലിമയിൽ കതിർച്ചിന്നും മുത്തുപോലെ പവിഴം പോലെ കമനി നിൻ ഹൃദയത്തിനാഴത്തിലാരും അറിയാതെ കാത്തുവെച്ചതേതുരാഗം അരുമയ അനുരാഗ പത്മരാഗം കതിർച്ചിന്നും മുത്തുപോലെ പവിഴം പോലെ നിന്നേർക്കെഴുമെന്നിഗൂഢമാം രാഗത്തിൻ ചെമ്മണി മാണിക്യം നിന്നേർക്കെഴുമെന്നിഗൂഢമാം രാഗത്തിൻ ചെമ്മണി മാണിക്യം എൻ്റെ മനസ്സിനഗാധ ഹൃദയത്തിലുണ്ടെന്നതെടുത്തുകൊള്ളുക. കടലിനഗാധമാം നീലിമയിൽ നർത്തനമാടുവാനിട്. നർത്തനമാടുവാൻ മോഹമാണെങ്കിലേ ഹൃത്തടം വേദിയാക്കൂ. നർത്തനമാടുവാൻ മോഹമാണെങ്കിലേ ഹൃത്തടം വേദിയാക്കൂ. എന്നന്തരംഗ നികുഞ്ചത്തിലേതോ ഗന്ധർവർ പാടാൻ വന്നു. അതിൻ്റെ മറന്നുപോയി.